ഹായ്, ഞാൻ ഡോക്ടർ അക്ഷയ് വി കെ. ടോൺസിലൈറ്റിസിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ടോൺസിലൈറ്റിസ്? ടോൺസിൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു ടേമായിരിക്കും. നമ്മുടെ ചെറുനാവിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ടോൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോൺസിലിന് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അണുബാധ അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിലാണ് കൂടുതൽ ഇത് കാണുന്നത്, മുതിർന്നവരിലും കാണാറുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ നല്ല വേദന, അതുപോലെ തന്നെ ഉമിനീരിറക്കുമ്പോഴുള്ള വേദന, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ചിലപ്പോൾ പനി ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് രണ്ട് രീതിയിലാണ് ചികിത്സ. ഒന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഇപ്പോൾ വൈറൽ ടോൺസിലൈറ്റിസ്, അതായത് ടോൺസിലൈറ്റിസ് വരാനുള്ള കാരണം ഒന്ന് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം, പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം. വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് സാധാരണ സപ്പോർട്ടീവ് മെഷറായിട്ടുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഒക്കെ മതിയാവും. അല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുമ്പോഴേ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വൺസ് ഇതൊന്ന് വന്നതിന് ശേഷം, ആൻറ്റിബയോട്ടിക് എടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെയും നിങ്ങൾക്ക് ഇത് വരുന്നു എന്നുണ്ടെങ്കിലാണ് നമ്മൾ സർജറി ഓപ്ഷനിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് എപ്പോഴാണ് ഈ ടോൺസിൽ എടുത്ത് നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുന്നതെന്ന് നോക്കാം. ഒന്ന്, വർഷത്തിൽ 5 അതിൽ കൂടുതൽ പ്രാവശ്യം, 5 തൊട്ട് 7 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഈ ടോൺസിലൈറ്റിസ് എന്നുള്ള അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എടുത്തു കളയേണ്ടതാണ്. പിന്നെയുള്ളത് ക്രമാതീതമായ വലിപ്പം. ടോൺസിലിന് ക്രമാതീതമായ വലിപ്പമുണ്ട് എന്നുണ്ടെങ്കിലും എടുത്തു കളയേണ്ടതാണ്. ഒരു ഭാഗത്തെ ടോൺസിൽ മാത്രം വലിപ്പം കൂടുതൽ, ഒന്ന് ചെറുത്, അങ്ങനെയുള്ള അവസ്ഥയിലും എടുത്തു കളയേണ്ടതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ, എടുത്തു കളയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രമാതീതമായ വലിപ്പമാണ്. ടോൺസിലുള്ള ക്രമാതീതമായ വലിപ്പം. അപ്പോൾ ഇത് എടുത്തു കളയാനുള്ള ശസ്ത്രക്രിയ നമ്മൾ ടോൺസിലെക്ടമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടോൺസിലെക്ടമി ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ടോൺസിൽ എടുത്തു കളയുവാനും പിന്നീട് ഈ ഇൻഫെക്ഷൻ വരുന്ന സാധ്യത ഇല്ലാതാക്കാനും പറ്റും. അപ്പോൾ മുഴുവൻ മയക്കിക്കൊണ്ട്, അതായത് ജനറൽ അനസ്തേഷ്യയിലാണിത് ചെയ്യുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു.